ഹലോ ഹായ് CBSE ക്ലാസ് 10ൻ്റെ ഇലക്ട്രിസിറ്റിയുടെ 3rd പാർട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആദ്യം പഠിക്കാൻ പോകുന്ന റെസിസ്റ്റൻസ്. ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളാണ്, ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക. റെസിസ്റ്റൻസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ബൈ വിർച്യൂ ഓഫ് വിച്ച് ഇറ്റ് ഒപ്പോസസ് ഓർ റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ചാർജ് ത്രൂ ഇറ്റ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കണ്ടക്ടറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അല്ലേ. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലോ ഓഫ് ചാർജസ് ആണ്. ആ ഫ്ലോ ഓഫ് ചാർജസിനൊരു ഒപ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് റെസിസ്റ്റ് ചെയ്യുക. ആ പ്രോപ്പർട്ടിയെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്നുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. SI യൂണിറ്റ് ഈസ് ഓം. ഇപ്പോൾ റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് ഓം ആണ്. ഓം റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. ഓം ആസ് പെർ ഓംസ് ലാ നമ്മളോട് എന്താ പറഞ്ഞത്? Electric current flowing through a conductor is directly proportional to the potential difference applied across its ends, providing the physical conditions remains unchanged. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is directly proportional to I. എപ്പോഴാണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പോൾ V പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് V is equal to IR. R എന്ന് പറയുന്നത് എന്തായിരുന്നു? റെസിസ്റ്റൻസ് അല്ലേ. R ഈസ് എ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കാൾഡ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. അപ്പോൾ നമുക്ക് V ഈസ് ഈക്വൽ ടു IR ൽ നിന്ന് R മാത്രം എന്താണെന്ന് കണ്ടുപിടിക്കാം. R ഈസ് ഈക്വൽ ടു V ബൈ I. വിയുടെ യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ SI യൂണിറ്റ് വോൾട്ടും ഐയുടെ യൂണിറ്റ് ആംബിയറും ആയിരിക്കും. അപ്പോൾ വോൾട്ട് ബൈ ആംബിയർ ഈസ് ഈക്വൽ ടു വോൾട്ട് ((-1). ഡിനോമിനേറ്ററിലുള്ളതിനെ നമുക്ക് ന്യൂമറേറ്ററിൽ കൊണ്ടുവന്നിട്ട് (((-1) എഴുതാം. ഈ (((-1) ആണ് ഓം എന്ന് പറയുന്നത് അല്ലേ. ഓം. അപ്പോൾ 1 ഓം എന്താണെന്ന് പറയാം. അതിനെ നമ്മൾ ഓം എന്ന യൂണിറ്റ് കൊണ്ട്, അല്ലാതെ (((-1) എന്നല്ല ആ റെസിസ്റ്റൻസിന് പറയുന്നത്. ഓം ആണ് അതിൻ്റെ SI യൂണിറ്റ്. 1 ഓം. ഇനി 1 ഓം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. The resistance of a conductor is said to be 1 ohm if a potential difference of 1 volt across the ends of a conductor makes a current of 1 ampere to flow through it. R is equal to V by I ആണ് അല്ലേ. അപ്പോൾ Vയും 1 വോൾട്ടും I 1 ആംബിയറും ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്, അവിടെ ഉള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഓം ആയിരിക്കും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. The resistance of conductor is said to be 1 ohm if a potential difference of 1 volt across the ends of a conductor makes a current of 1 ampere to flow through it. R is equal to V by I. അതിൽ Vയും 1 ആയിരിക്കണം, Iയും 1 ആയിരിക്കണം. V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പോയിന്റ്സ് എൻഡ്സ് ഓഫ് എ കണ്ടക്ടർ. അവിടെ കറണ്ട് മേക്സ് എ കറണ്ട് ഓഫ് 1 ampere. Then the resistance of the conductor is said to be 1 ohm. ഇനി ഫാക്ടേഴ്സ് ഓൺ വിച്ച് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ്. കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? 1. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത് L. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ L. R ഈസ് പ്രൊപ്പോർഷണൽ ടു L, directly proportional to L. When length of the wire is doubled or halved, then resistance also get doubled or halved. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആകുമ്പോൾ R ഡബിൾ ആവുകയാണ്, ലെങ്ത് ഡബിൾ ആവുമ്പോൾ R ഡബിൾ ആവും. അതുപോലെ ലെങ്ത് ഹാഫ് ആവുകയാണെങ്കിൽ, കണ്ടക്ടറിൻ്റെ ലെങ്ത് ഹാഫ് ആക്കുകയാണെങ്കിൽ അവിടെ റെസിസ്റ്റൻസും ഹാഫായിട്ട് വരും. അപ്പം നമ്മൾ റെസിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കി. റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് ഓം ആണെന്ന് പറഞ്ഞു. 1 ഓം എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ നമ്മൾ പഠിച്ചു. പിന്നെ ഫാക്ടേഴ്സ് ഓൺ വിച്ച് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ്. ഒന്നാമത് പഠിച്ചത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L. The next factor on which resistance of a material depends is area of cross section of the conductor. The resistance of a conductor R is inversely proportional to its area of cross section A. നേരത്തെ നമ്മൾ പഠിച്ചു
റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ എന്ന് പറഞ്ഞു. ഇവിടെ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ. അതായത് ആർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എ. എഴുതുന്നത് ആർ പ്രൊപ്പോർഷണൽ ടു 1/a എന്നാണ്. നമ്മൾ വായിക്കുന്നത് ആർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. That is, when area of cross section of a wire is doubled, then its resistance gets halved, and if area of cross section of a wire is halved, then its resistance will get doubled. അതായത് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എ ആയതുകൊണ്ട് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എ വയർ ഈസ് ഡബിൾഡ്, then its resistance gets halved. And if area of cross section of a wire is halved, പകുതിയായി കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പകുതിയായി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് വിൽ ഗെറ്റ്സ് ഡബിൾഡ്, ഡബിൾ ആയിട്ട് മാറുന്നു. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ടാണ്. അടുത്തത് നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ. തേർഡ് പോയിന്റ്, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ. ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ഇറ്റ് ഈസ് മെയ്ഡ്. അതായത് മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് മാറും. ഇപ്പോൾ കോപ്പർ തരുന്ന റെസിസ്റ്റൻസ് ആയിരിക്കത്തില്ല ചിലപ്പോൾ അലൂമിനിയം തരുന്നത്. അപ്പം മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ചും റെസിസ്റ്റൻസ് മാറും. അതുപോലെ റെസിസ്റ്റൻസ് ആൾസോ ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ചും റെസിസ്റ്റൻസ് മാറുന്നുണ്ട്. അപ്പം എന്തൊക്കെയാ? ഒന്നാമത്തത് ലെങ്ത് അല്ലേ, ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. Resistance is directly proportional to length of the conductor. It is inversely proportional to area of cross section of the conductor. Third, nature of the material of the conductor. Resistance also depend on nature of the material of the conductor. It also depends on temperature. Next നമുക്ക് പഠിക്കാനുള്ളത് resistivity. R is directly proportional to L and R is inversely proportional to area of cross section. നമ്മൾ പഠിച്ചതാണ്. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് R is proportional to L/A എന്ന് എഴുതാം. ഓർ നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ സൈൻ ആക്കാൻ നേരത്ത് R is equal to rho into L/A. ഈ റോയാണ്, rho is the constant of proportionality and it is called resistivity or specific resistance of the conductor. നമ്മൾ റെസിസ്റ്റൻസ് പഠിച്ചപ്പം പഠിച്ചു ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ, ആർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു L/A. ഈ പ്രൊപ്പോർഷണാലിറ്റിയെ മാറ്റുമ്പം ആർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A. ആ റോയെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇനി നേരത്തെ കണ്ട ഇക്വേഷനിൽ ഫ്രം ദ എബവ് ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A നമ്മൾ പറഞ്ഞു. ഇപ്പം റോ എന്താ? റോ ഈസ് ഈക്വൽ ടു RA/L. ഇപ്പം ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓമും ഏരിയയുടെ മീറ്റർ സ്ക്വയറും. അപ്പം ഓം മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ, ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ. മീറ്ററും വെട്ടിപ്പോയിട്ട് ഓം മീറ്റർ. അപ്പം യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്താ? ഓം മീറ്റർ. അപ്പോൾ റെസിസ്റ്റിവിറ്റിയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും, അതായത് തിക്നെസ്സും 1 മീറ്റർ ലെങ്തുമുള്ള ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റിവിറ്റി അല്ലേ? ഇവിടെ റോ ഈസ് ആർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A എന്ന് നമ്മൾ ഇക്വേഷനിൽ പറഞ്ഞു. അതിനകത്ത് എല്ലും എയും ഒന്ന്. എൽ എന്ന് പറഞ്ഞാൽ 1 മീറ്ററും എ 1 മീറ്റർ സ്ക്വയർ ഏരിയയുമാണെങ്കിൽ അവിടെ ആർ ഈസ് ഈക്വൽ ടു റോ. റോ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് തന്നെയായിരിക്കും. പക്ഷെ ലെങ്ത് 1 മീറ്ററും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയറുമായിട്ടുള്ള കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് തന്നെയായിരിക്കും റെസിസ്റ്റിവിറ്റി. അതാണ് നമ്മൾ റെസിസ്റ്റിവിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റെസിസ്റ്റൻസ് എന്താണെന്നും റെസിസ്റ്റിവിറ്റി എന്താണെന്നും ഈ ഇക്വേഷൻസും എല്ലാം മനസ്സിലാക്കിയിരിക്കണം. The resistivity of a material does not depend on its length or thickness but depends on the nature of the substance and temperature. ഇമ്പോർട്ടൻ്റ് ഭാഗം കേട്ടോ.
മനസ്സിലാക്കി പഠിക്കണം. റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് ലെങ്ത് ഓർ തിക്നെസ്. ഞാൻ പറഞ്ഞു റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും 1 മീറ്റർ ലെങ്തുമുള്ള ഒരു ചെറിയ ഭാഗത്തിൻ്റെ ഒരു വലിയ കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും 1 മീറ്റർ ലെങ്തും ഉള്ള ഒരു ചെറിയ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്താണോ അതിനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അവിടെ അതിൻ്റെ ലെങ്ത് കൂടിയാലും തിക്നെസ് കൂടിയാലും ഒന്നും അത് റെസിസ്റ്റിവിറ്റിയെ ബാധിക്കുന്നില്ല. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ ഏരിയ ക്രോസ് സെക്ഷനും 1 മീറ്റർ ലെങ്തും ഉള്ള ഒരു ചെറിയ കണ്ടക്ടറിൻ്റെ ഏരിയയാണ്, അതിൻ്റെ റെസിസ്റ്റൻസ് ആണ്, അല്ലേ? അതുകൊണ്ട് അത് ലെങ്തിനെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ എന്തിനെ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നു? ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ് ആൻഡ് ടെമ്പറേച്ചർ. ഇപ്പോൾ കോപ്പർ, അലൂമിനിയം 2 സബ്സ്റ്റൻസ് എടുത്തു. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ റെസിസ്റ്റൻസ് വ്യത്യാസമായിരിക്കും, അല്ലേ? കോപ്പറിൻ്റെ അലൂമിനിയത്തിനെ നമ്മൾ നേരത്തെ പഠിച്ചു. ഫാക്ടേഴ്സ് ഡിപ്പെൻസ് ഓൺ റെസിസ്റ്റൻസ് എന്ന് പഠിച്ചിരുന്നു. അതിനകത്ത് പറഞ്ഞു മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് മാറും എന്ന് പറഞ്ഞു. അപ്പോൾ റെസിസ്റ്റൻസ് മാറുന്നത് കൊണ്ട് നമ്മുടെ റെസിസ്റ്റിവിറ്റി മാറിയിരിക്കും. അപ്പോൾ നേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ്, അതുപോലെ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ചും റെസിസ്റ്റൻസ് മാറും, അതുകൊണ്ട് റെസിസ്റ്റിവിറ്റി മാറുന്നുണ്ട്. പക്ഷെ ലെങ്തും തിക്നെസ്സും മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി മാറുന്നില്ല. Alloys have higher resistivity than that of their constituent metals. They do not oxidize easily at high temperature. അലോയിസിന് റെസിസ്റ്റിവിറ്റി കൂടുതലാണ്, അതിൻ്റെ ഇൻഡിവിജ്വൽ മെറ്റൽസിനെ അപേക്ഷിച്ച് റെസിസ്റ്റിവിറ്റി കൂടുതലാണ്. അത് കാരണം they do not oxidize easily at high temperature. This is why they are used to make heating elements of devices such as electric iron, heaters, etc. Tungsten is used for filament of electric bulbs. Copper and aluminium are generally used for electrical transmission because copper and aluminium are good conductors of electricity. ഇത് കോപ്പറോ അലൂമിനിയം ഒക്കെ ഇലക്ട്രിസിറ്റിയെ പെട്ടെന്ന് കണ്ടക്ട് ചെയ്യിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അത് ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. അതുകൊണ്ട് അത് ഇലക്ട്രിക് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇത്രയും പഠിച്ചതിൽ നിന്ന് കുറച്ച് ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്ന് നോക്കാം. I is equal to Q/T. I എന്ന് പറഞ്ഞാൽ കറണ്ട്, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്, അല്ലേ? അപ്പോൾ അതിന് ഇക്വേഷൻ കാണാനുള്ളത് I is equal to Q/T. ക്യൂവിന് പകരം നമുക്ക് NE/T എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈ ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ. NE/T ഈ എത്രയാണെന്ന് നമുക്കറിയാം, -1.6 × 10⁻⁻19 കൂളംബ്. അപ്പോൾ I is equal to Q/T. ക്യൂവിന് പകരം NE/T എന്ന് എഴുതാം. I കറണ്ട്, Q ചാർജ്, E ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ ആണ് E, N നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നെക്സ്റ്റ് V ഈസ് ഈക്വൽ ടു W/Q. V എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പോയിന്റ്സ്. അത് വർക്ക് ഡൺ ബൈ ചാർജ് ആണ്. വർക്കിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് ജൂളാണ്, ക്യൂവിൻ്റെ SI യൂണിറ്റ് കൂളുംബാണ്, അല്ലേ? ഐയുടെ SI യൂണിറ്റ് ആംപിയർ, ചാർജിൻ്റെ SI യൂണിറ്റ് കൂളുംബ്. V പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ SI യൂണിറ്റ് വോൾട്ട്. ഇനി അടുത്തത് ഓംസ് ലാ. V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I. V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പോയിന്റ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. അപ്പോൾ V ഈസ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും കേട്ടോ, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ V ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ IR, അതിൽ നിന്ന് നമുക്ക് I യും കണ്ടുപിടിക്കാം. I ഈസ് ഈക്വൽ ടു V/R. അതുപോലെ R കണ്ടുപിടിക്കാൻ R ഈസ് ഈക്വൽ ടു V/I എന്ന് വരും, അല്ലേ? V/I. ഇനി ഇന്ന് നമ്മൾ പഠിച്ചത് R ഈസ് പ്രൊപ്പോർഷണൽ ടു L, R ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ R ഈസ് പ്രൊപ്പോർഷണൽ ടു L/A, ഓർ R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A. ഈ റോ എ ആണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്, L ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് A ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. പിന്നെ നമ്മൾ പഠിച്ചത് റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ലെങ്ത് ഓർ തിക്നെസ് ബട്ട് ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ.
അപ്പം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു, മനസ്സിലാവുന്നു എന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടി പഠിക്കണം എന്ന് കൂടുതൽ മനസ്സിലാക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. ഓക്കെ, താങ്ക് യു.